CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 4 അക്കൗണ്ടുകളാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ CPIMനെ അനുവദിക്കരുതെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർക്ക് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകി. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ ഉത്തരവിൽ കൂടുതലായി കാര്യങ്ങൾ പറയുന്നുണ്ടോ, വ്യക്തമാക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്? ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂരിലെ മെയിൻ ബ്രാഞ്ച്, MG റോഡിലെ മെയിൻ ബ്രാഞ്ചിലെ ചീഫ് മാനേജർക്കും അതോടൊപ്പം തന്നെ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിക്കുമാണ് ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈ മരവിപ്പിച്ച ഈ ബാങ്ക് അക്കൗണ്ടുകൾ, CPIMന്റെ നിക്ഷേപങ്ങൾ ക്രയവിക്രയം ചെയ്യരുത് എന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് മാനേജർക്കും ഒപ്പം CPIMന്റെ ജില്ലാ കമ്മിറ്റിക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 4 അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ബാങ്ക് അക്കൗണ്ട് നമ്പർ 4 ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് ഒരു അക്കൗണ്ടാണ് ഇവർക്ക് CPIMന് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ, തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷേ അത് ഒരു അക്കൗണ്ട് അല്ല, നേരെ മറിച്ച് 4 അക്കൗണ്ടുകൾ അവിടെ ഉണ്ട് എന്ന് ഇൻകം ടാക്സ് വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അവരുടെ ഈ 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. അതിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ യാതൊരു കാരണവശാലും അതിലുള്ള നിക്ഷേപങ്ങൾ ക്രയവിക്രയം ചെയ്യരുത് എന്ന് ഇൻകം ടാക്സിന്റെ ഈ ഉത്തരവിൽ പറയുന്നു. അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു. അത് മാനേജർക്കും നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഒപ്പം CPIMനും ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട്. CPIMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്.